വി വി അരുണിലേക്ക് പോകാം. അരുൺ, ഇതാണ്, അതായത് ഈ പല MLA-മാരും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളുമൊക്കെ ചെലവ് ചുരുക്കി അല്ലെങ്കിൽ സൗജന്യമായൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എന്നൊരാക്ഷേപം അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉൾപ്പെടെ ഇത്തരം വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തള്ളിക്കളയാൻ ജനപ്രതിനിധികൾ തയ്യാറാകുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു വസ്തുതയെന്നാണ് മനസ്സിലാക്കേണ്ടത് അരുൺ? അഭിലാഷ്, നെടുമങ്ങാട് MLA കൂടിയായ മന്ത്രി GRLന്റെ ഓഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നലെ ജയദേവൻ, നെടുമങ്ങാട് മുനിസിപ്പൽ ചെയർമാന്റെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ കൗൺസിൽ എടുത്ത തീരുമാനമാണ്. മന്ത്രിയുടെ മണ്ഡലം നെടുമങ്ങാട് പോലുള്ള ഒരു മലയോര മേഖലയിലെ മണ്ഡലമാണ്. സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോവിഡിന്റെ അവസാന കാലത്താണ് ആ സർക്കാർ അധികാരത്തെത്തുന്നത്. അപ്പോൾ തന്നെ ആളുകൾക്ക് ഇവിടേക്ക് തിരുവനന്തപുരം വരെ വന്ന് മന്ത്രി ഓഫീസ് വന്ന ദിവസവും കാര്യങ്ങൾ സാധിച്ചവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിച്ചു പോവുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മണ്ഡലത്തിലൊരു ഓഫീസ് എന്ന ആവശ്യം വന്നത്. അങ്ങനെ മന്ത്രി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ഒരു കത്ത് നൽകി തനിക്കൊരു ഓഫീസ് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കണം, അത് സൗജന്യമായി നൽകണമെന്നല്ല ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് 2 കടമുറികൾ നെടുമങ്ങാട് ടൗൺ ഹാളിനോട് ചേർന്ന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അത് മന്ത്രിക്ക് നൽകുകയായിരുന്നു. അത് സൗജന്യമായാണ്, പൂർണ്ണമായ സൗജന്യമാണെന്ന കാര്യത്തിൽ നഗരസഭയിലെ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കോവിഡ് കാലത്താണ് നിരവധി ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മന്ത്രി എല്ലാ ശനിയാഴ്ചയും അവിടെ ക്യാമ്പ് ഓഫീസ് രീതിയിൽ അവിടെ ക്യാമ്പ് ചെയ്ത് ആളുകളെ കാണുന്നത്, പരാതികളും പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു ഓഫീസ് അവിടെ നന്നായി പ്രവർത്തിക്കുന്നത്. അത് ഇനി സൗജന്യമാണെങ്കിൽ പോലും അതിലെന്ത് അപാകത എന്ന ചോദ്യമാണ് ചെയർമാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സ്വാഭാവികമായ ഒരു ജനപ്രതിനിധിക്ക് അവരുടെ ഓഫീസ് പ്രവർത്തനയ്ക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അത് സ്വാഭാവികം അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല. നഗരസഭയുടെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം മറ്റ് ആവശ്യങ്ങൾക്കൊന്നും അത് റെന്റ് ഔട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു. അപ്പോൾ അതിന് കഴിയാത്ത കിടന്ന 2 കടമുറികൾ നൽകിയാൽ എന്താണ് തെറ്റെന്ന ചോദ്യമാണ് നെടുമങ്ങാട് നഗരസഭാ ചെയർമാൻ ചോദിക്കുന്നത്. സ്വാഭാവികം അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അത്തരമൊരു പ്രതികരണമാണ് നടത്തിയത്. ഒരു MLA-ക്ക് അതായത് പുറത്ത് കടമുറികൾ നൽകുന്നത് പോലെ ജനപ്രതിനിധികളെ കാണേണ്ടതില്ല. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് അങ്ങനെ വലിയൊരു തുക മണ്ഡലത്തിലെ മറ്റ് സേവനങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്നില്ല എന്ന ഡേറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഏതാണ്ട് 70,000 രൂപയാണ് ഒരു മാസം ഒരു MLA-ക്ക് പല ഇനങ്ങളിൽ ആയി ലഭിക്കുന്നത്. അപ്പോൾ വലിയ തുക വാടക നൽകിക്കൊണ്ട് ഓഫീസുകൾ പ്രവർത്തിക്കുക എന്നത് കേരളത്തിലെ MLA-മാരെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലാകുന്ന ഒന്നല്ല. അപ്പോൾ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ കൂട്ടായ ഭരണ സംവിധാനം എന്ന നിലയിലൊക്കെ ഇത്തരം സേവനങ്ങൾ പരസ്പരം പ്രയോജനപ്പെടുത്തുന്നു. അതാണല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. MLA-മാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്കൊക്കെ അവരുടെ ഓഫീസ് മണ്ഡലത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ അവരുടെ മണ്ഡലത്തിലെ ആളുകൾക്ക് വന്ന് കാര്യങ്ങൾ നടത്താൻ, അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാനൊക്കെ ഇത്തരം ക്യാമ്പ് ഓഫീസുകൾ അനിവാര്യമാണ്. അത് ചിലപ്പോൾ ഈ പണം കൊടുത്ത് വലിയ വാടക കൊടുത്ത് നടത്തേണ്ടി വരും. ചിലയിടങ്ങളിൽ ഇത്ര സൗജന്യമായി കിട്ടുകയാണെങ്കിൽ, സൗജന്യമെന്ന് പൂർണ്ണമായി ഇപ്പോൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പറയുന്നില്ല, അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ. BJPയുടെ 4 കൗൺസിലർമാർ അടങ്ങുന്ന ഒരു കൗൺസിലാണ് ആ തീരുമാനമെടുത്തത്. ഈ മന്ത്രിക്ക് ഓഫീസ് മുറി അനുവദിക്കാൻ. അത് പൂർണ്ണമായും സൗജന്യമെന്ന് പറയുന്നില്ല, പക്ഷേ ഏതായാലും അത്തരത്തിൽ ഓഫീസ് മുറി അനുവദിക്കാൻ തീരുമാനമെടുത്തത് കൗൺസിൽ യോഗം തന്നെയാണ്. BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കൗൺസിലർമാർ ഉൾപ്പെടുന്ന കൗൺസിലാണ് തീരുമാനമെടുത്തത്. ഇത് പലയിടത്തും അത്തരത്തിൽ നൽകുന്നുണ്ട്. മന്ത്രിമാർക്ക് ചിലയിടങ്ങളിലൊക്കെ റെസ്റ്റ് ഹൗസുകളും മറ്റുമാണ് MLA-മാരുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്നത്. അവിടെയും ചില സൗജന്യങ്ങളോ അല്ലെങ്കിൽ ഇളവുകളോ ഒക്കെ നൽകാറുണ്ട്. എന്താണ് അതിൽ തെറ്റ്? BJP ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണം, ശ്രീലേഖയിലൂടെ ഉയർത്തിവിട്ട ഒരു ആരോപണം, അതിലെത്രത്തോളം ശരിയുണ്ടെന്ന ചോദ്യം കൂടി ഇടതുപക്ഷം ചോദിക്കുന്നുണ്ട്. കാരണം മന്ത്രിമാർ അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ആവശ്യത്തിനോ അല്ല ഇത്തരം ഓഫീസ് സംവിധാനങ്ങൾ MLA-മാർ ഉപയോഗിക്കുന്നത്. പകരം അത് ജനങ്ങൾക്ക് നേരിട്ട് വേഗത്തിൽ എത്താൻ MLA ഹോസ്റ്റലിൽ തന്നെ MLA-മാർക്ക് മുറിയുണ്ടെന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. MLA ഹോസ്റ്റലിലേക്ക് കടക്കണമെങ്കിൽ മുൻകൂട്ടി അനുമതിയൊക്കെ വേണ്ട സാഹചര്യമുണ്ട്. അത്ര എളുപ്പമല്ല MLA ഹോസ്റ്റലിലേക്കൊക്കെ മാധ്യമങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ. സാധാരണക്കാരെത്തുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാറുമുണ്ട്. അതേസമയം ഈ MLA ഹോസ്റ്റലിലൊക്കെ പുറത്താണ് ഒരു ഓഫീസ് ഉള്ളതെങ്കിൽ അവിടേക്ക് ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്താം. അവിടെ ഈ സൗജന്യം സ്വീകരിക്കണമോ അല്ലെങ്കിൽ തുക അടയ്ക്കണമോ എന്ന കാര്യമൊക്കെ MLA-മാരുടെയും അത് അനുവദിക്കുന്ന ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ തീരുമാനമാണ്. അതാണ് ഇവിടെ നെടുമങ്ങാടും ഈ VK പ്രസാദിന്റെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്നത്. VK പ്രസാദ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്
ഈ കാര്യങ്ങളിൽ എങ്ങനെയാണോ പുറത്ത് എങ്ങനെയാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് ആ തുക വേണമെങ്കിൽ താൻ അടയ്ക്കാൻ തയ്യാറാണ് നിലപാട് വി കെ പ്രശാന്ത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വി കെ പ്രശാന്തിന്റെ ഓഫീസിന്റെ കാര്യത്തിൽ BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ അത്ര ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ലെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. MLAക്ക് അനുവദിച്ച ഓഫീസ് ആ തുകയ്ക്ക് തന്നെ മുന്നോട്ട് പോകാനാകാം ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെയല്ല, MLAമാർക്കോ ജനപ്രതിനിധികൾക്കോ അനുവദിക്കുന്നതിലല്ല, മറിച്ച് നഗരസഭയുടെ കെട്ടിടങ്ങൾ വളരെ ചുരുങ്ങിയ വാടകയ്ക്ക് പല ആളുകളും കരാറെടുക്കുന്നു. പിന്നീട് അത് ഉയർന്ന തുകയ്ക്ക് മറ്റു ആളുകൾക്ക് മറിച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. അവർക്ക് വാടക അത്തരം കാര്യങ്ങളിലാകും നഗരസഭയുടെ പരിശോധനകൾ പോവുക. ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചേർന്ന ചില പ്രസ്ഥാനങ്ങൾ, ചില സംഘടനകളൊക്കെ ഈ നഗരസഭയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായ പരിശോധന തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത. അത്തരം കണക്കെടുപ്പുകൾ നഗരസഭയുടെ മുഴുവൻ കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിക്കുന്നുണ്ട്. പൂർണ്ണമായും ആ വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല മേയറുടെ ഓഫീസിന്. അത് ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ തീരുമാനം. അവിടെ ഈ ജനപ്രതിനിധികളുടെ ഓഫീസ് പിടിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലാതെ പോയിട്ടുള്ള സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ അനുബന്ധ സംഘടനകളൊക്കെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി കൈവശം വയ്ക്കുക, അതുപോലെ തന്നെ വാടക ദീർഘകാല കുടിശ്ശിക ഇടുക, വളരെ ചെറിയ വാടകയ്ക്ക് പേരിന് മാത്രം നാമമാത്ര വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കാകും നഗരസഭയുടെ അന്വേഷണം പോവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. യെസ്, അതായത് അരുൺ, ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ തവണയും നഗരസഭയിൽ കൃത്യമായ പ്രാതിനിധ്യം BJPക്ക് ഉണ്ടായിരുന്നു, പ്രതിപക്ഷമായി ഇരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംബന്ധിച്ച സൂചനകൾ ഒരുപക്ഷെ അവർക്ക് ഉണ്ടാകാമല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അങ്ങനെ ഏതെങ്കിലും ഇടതുപക്ഷ സംഘടനകളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഒക്കെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ്, അങ്ങനെ വില കുറഞ്ഞ് കരാറിലേർപ്പെട്ട് പിന്നീട് വില ഉയർത്തി മറിച്ചു നൽകുന്നുവെങ്കിൽ അതൊരു തട്ടിപ്പ് തന്നെയാണ്. കാരണം സർക്കാരിലേക്ക് വന്നു ചേരേണ്ട പണമാണ്. ആ ഒരു സാധ്യത അവർ മുന്നിൽ കാണുകയാണ് എന്ന് വേണമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അത്തരം ചില വിവരങ്ങൾ ഭരണസമിതിക്ക് മുൻപാകെ ഉണ്ട്. ചില സംഘടനകളൊക്കെ ഈ നഗരസഭയുടെ കെട്ടിടങ്ങൾ ചുരുങ്ങിയ വാടകയ്ക്ക്, അത് ഈ പ്രത്യേകിച്ചും ചാല മാർക്കറ്റിനോട് ചേർന്നുള്ള ചില കെട്ടിടങ്ങൾ, പാളയത്ത് അത്തരം കണ്ണിമാറ മാർക്കറ്റുമായി ചേർത്ത ചില കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ പലതും ഇത്തരത്തിൽ ചില സംഘടനകളുടെ കൈവശമുണ്ട്. അത് ചുരുങ്ങിയ വാടകയ്ക്ക് എടുത്തിട്ട് സംഘടനാ കാര്യങ്ങൾക്കും ചില ആളുകൾ വ്യക്തിപരമായി തന്നെ, രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നമ്മൾ ഇതിൽ കാണേണ്ട കാര്യമില്ല, അതിനപ്പുറത്തേക്ക് ചില നഗരസഭയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കരാറുകാരും മറ്റുമൊക്കെ ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങളൊക്കെ ചുരുങ്ങിയ പൈസയ്ക്ക് എടുത്തിട്ടത് മറിച്ചു കൊടുക്കുന്നു എന്ന ചില പരാതികൾ നേരത്തെയൊക്കെ ഉയർന്നു വന്നതാണ്. അത്തരം കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും നഗരസഭയുടെ അന്വേഷണവും നടപടിയും ഒക്കെ മുന്നോട്ട് പോവുക. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ജനപ്രതിനിധികളുടെ ഓഫീസുകളിലെ കാര്യമായി അതുമായി ബന്ധപ്പെട്ട് അവിടെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അത് റേറ്റ് കൂട്ടി നൽകാനോ ഉള്ള ശ്രമങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് നഗരസഭയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനകം മാറിക്കഴിഞ്ഞു. MLA വി കെ പ്രശാന്തിന്റെ ഓഫീസ്, വി കെ പ്രശാന്ത് എന്തോ ഇത്തരത്തിൽ ലാഭം പറ്റുന്നു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ ഉണ്ട്. അതൊരു രാഷ്ട്രീയ പ്രചരണമായി കൂടി മാറിക്കഴിഞ്ഞു. അത് BJP ആണ് തുടങ്ങി വെച്ചതെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അതിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇന്നലെ ആദ്യമെത്തിയത് കെ ശബരിനാഥനാണ്. ശബരിനാഥനാണ് വന്നതെങ്കിലും ശബരിനാഥന്റെ ലക്ഷ്യം കെ മുരളീധരന് വേണ്ടി എന്നുള്ള ഒരു വിലയിരുത്തലാണ് CPM-നുള്ളത്. കാരണം കെ മുരളീധരൻ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അവിടെ വി കെ പ്രശാന്തിനെ ഒരു തവണ കൂടിയെങ്കിലും CPM-ന് വേണ്ടി മത്സരിക്കും. ശ്രീലേഖയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും സാധ്യതയുള്ള. അങ്ങനെ അവിടെ മത്സരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി കൂടി മാറുകയാണ്. വി കെ പ്രശാന്ത് എന്ന ജനകീയനായ ഒരു MLA എന്നാണ് പൊതുവിൽ പ്രശാന്തിനെ വിലയിരുത്തപ്പെടുന്നത്. പ്രശാന്തിന്റെ പ്രതിച്ഛായ ഇടിച്ചു നിൽക്കാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണിതെന്ന സംശയവും CPM കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പ്രശാന്തിന്റെ ഈ ഓഫീസ് തന്നെ തെരഞ്ഞുപിടിച്ച് ഇത്തരം വിവാദത്തിലേക്ക് കൊണ്ടുവരികയും അത് BJP ഉയർത്തിവിട്ട വിവാദം കോൺഗ്രസ് വളരെ വേഗം ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത്. BJPയുടെ മേയർ വി രാജേഷൊക്കെ പറഞ്ഞത് MLAയുടെ ഓഫീസിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, അല്ലാതുള്ള കാര്യങ്ങളിൽ അന്വേഷണം എന്ന രീതിയാണ്. പക്ഷേ ഇത് വി കെ പ്രശാന്തിനെ കേന്ദ്രീകരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് വേണ്ടിയുള്ള പോരാട്ടം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ്. കെ മുരളീധരൻ അവിടെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസിന് UDF ക്യാമ്പിന് ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് മുരളീധരന്റെ ഒരു ആത്മവിശ്വാസവും. മുരളീധരൻ ലക്ഷ്യമിട്ടത് വട്ടിയൂർക്കാവിൽ പിടിച്ചു നിൽക്കാനാവുന്ന ഒരു വിജയമെങ്കിലും UDF ഉണ്ടായാൽ വട്ടിയൂർക്കാവ് മത്സരിക്കുക അല്ലെങ്കിൽ മറ്റ് മലബാറിലെ മണ്ഡലങ്ങൾ തേടി പോവുക എന്നൊരു ലക്ഷ്യം കെ മുരളീധരന് ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണ വേദിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ പരീക്ഷണത്തിൽ മോശമല്ലാത്തൊരു പ്രകടനം അവിടെ UDF നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരളീധരൻ അവിടെ മത്സരിക്കും. ശ്രീലേഖയാകും
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP അവിടെ ഫീൽഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ 2 സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. PK പ്രശാന്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഒരു വട്ടിയൂർക്കാവ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടമായി കൂടി വട്ടിയൂർക്കാവിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി കൂടിയാണ് VK പ്രശാന്ത് MLA ഓഫീസിനെതിരെയുള്ള ഇപ്പോഴത്തെ ഈ നീക്കങ്ങളും ആ ഒരു വിവാദം ഉയർത്തിക്കൊണ്ട് വരുന്നതും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് മനസ്സിലാക്കിയാണ് CPM-ന്റെ പ്രതിരോധവും. VK പ്രശാന്തിന് വേണ്ടി വളരെ ശക്തമായി തന്നെ കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടി അടക്കമുള്ള പ്രധാന നേതാക്കൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. യെസ്, അതാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതിന് കാരണം എന്നത് ഈ വിഷയത്തെ ഏറ്റെടുത്തവരുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുള്ള 3 മുന്നണികളുടെയും നേതാക്കളാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ്. അതോടൊപ്പമായിരുന്നു നെടുമങ്ങാട് ഉള്ള MLA-യുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മന്ത്രി GR അനിലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആക്ഷേപം യുവരാജ് ഗോകുല് ഉന്നയിച്ചത്. അതായത് മന്ത്രി GR അനിലിന്റെ നെടുമങ്ങാട് MLA ഓഫീസ് നഗരസഭയുടെ കെട്ടിടത്തിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ആക്ഷേപം. BJP-ക്കാർ ഉൾപ്പെട്ട കൗൺസിലാണ് MLA ഓഫീസിന് കെട്ടിടം നൽകിയത് എന്നും സൗജന്യമാണ് എങ്കിൽ തന്നെ അതിലെന്ത് അപാകത എന്നുമാണ് ചെയർമാൻ ജയദേവൻ ചോദിച്ചത്. സൗജന്യമായി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലിലെ കത്ത് വന്നു. അന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഏകകണ്ഠമായി അത് കോൺഗ്രസും BJP-യും LDF-ഉം എല്ലാവരും ഉള്ള കൗൺസിൽ ഏകകണ്ഠമായി ഈ ഓഫീസ് തുടങ്ങുന്നത് അനിവാര്യമാണ്, അത് തുടങ്ങണം, അതിനുള്ള സൗകര്യം മുനിസിപ്പാലിറ്റിയിലെ കടമുറികൾ നൽകി ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുനിസിപ്പാലിറ്റി കൗൺസിൽ തീരുമാനപ്രകാരമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും അപാകതയോ തെറ്റോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നെടുമങ്ങാട് മണ്ഡലത്തിലെയും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായകരമാണ് ആ ഓഫീസ്. BJP അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും യുവരാജ് ഗോകുലിന്റെ ആരോപണത്തിൽ BJP-യും മറുപടി പറയേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറം VV അരുൺ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിൽ ആയിരിക്കില്ല, മറിച്ച് കടമുറികൾ ഉൾപ്പെടെ തുച്ഛമായ വിലയ്ക്ക് വാടകയ്ക്ക് നൽകുകയും അത് മറിച്ച് വലിയ തുകയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വ്യാപകമായ പരിശോധനകൾ നടക്കാൻ പോകുന്നത്.